ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തുവാണ്. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ നമ്മുടെ അമ്മുമ്മ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പ്രകാശിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഹോസ്പിറ്റലിൽ ചിലവാക്കി ഇനി കിരണും കല്യാണി നോക്കിക്കോളുന്ന പറഞ്ഞ് തെറ്റിദ്ധാരണ കൊണ്ടിട്ട് അമ്മുമ്മ അവരുടെ കാല് പിടിക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ മാറി നിൽക്കുക അവിടെ നിന്ന് രീതിയിൽ അവർ വേഗം ഐസിയുടെ ഉള്ളിലേക്ക് കയറി പോകാണ്. ശേഷം താരയുടെ ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ താര ആ ദിവസത്തെ കുറിച്ച് ആലോചിക്കുക കേട്ടോ. അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും ഒരു 8:30 ആകുമ്പോഴേക്കും നമ്മുടെ സരു താരേനെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നിരുന്നു. ഒരു വലിയ കിറ്റൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ താരനെ കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും താര വരുന്നുണ്ട്. താര സരുവിനെ കാണുമ്പോൾ തന്നെ വല്ലാതെ സന്തോഷത്തിൽ സരുവിനെ വേഗം പോയി കെട്ടിപ്പിടിക്കുക കേട്ടോ. സരുവും കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. മോൾ എന്താ ഇവിടെ വന്നേന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്, അപ്പോൾ നിങ്ങൾക്കും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു എന്ന് പറയാണ്. മോൾ അകത്തേക്ക് കയറാൻ വേണ്ടി പറയുമ്പോൾ സരു അകത്തേക്ക് കയറുന്നുണ്ട്. ശേഷം താര ചോദിക്കുന്നുണ്ട്, ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ എടുത്തോ എന്ന് സരയു പറയാട്ടോ. അങ്ങനെ ചായ ഉണ്ടാക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ താര അടുക്കളയിലേക്ക് പോവാണ്. അങ്ങനെ തൻ്റെ മകൾക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ചായയല്ലേ, വളരെയധികം സന്തോഷത്തോടും അതുപോലെ തന്നെ നോക്കിയും കണ്ടൊക്കെയാണ് താര അത് ചെയ്യണത്. താര തിരിഞ്ഞിരിക്കുന്ന സമയത്ത് സരയു ആ കയ്യിലുള്ള കവറിൽ കൊണ്ടുവന്നത് ഒലക്കയും അതുപോലെ തന്നെ കത്തിയും വാക്കത്തിയൊക്കെയാണ് കേട്ടോ. അതിൽ നിന്ന് വലിയൊരു ഒലക്ക എടുക്കുകയാണ്. ശേഷം നമ്മുടെ സരയു പതുക്കെ അടുക്കളയുടെ അടുത്തേക്ക് പോയി നോക്കുമ്പോഴേക്കും താര അവിടെ ചായ ഉണ്ടാക്കുന്ന തിരക്കാണ്. ഭയങ്കര സന്തോഷത്തിലാണ് താര. പുറകെ നിന്ന് അടിച്ചിടാം. അങ്ങനെ സരയു വേഗം താരയുടെ അടുത്തേക്ക് പോവുകയാണ്. താര തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ സരയുവിനെ കാണുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ സരയു ആണെങ്കിൽ കയ്യിലിരിക്കുന്ന ആ ഒരു ഒലക്ക വെച്ചിട്ട് താരയുടെ തലക്കിട്ട് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുക കേട്ടോ. താര അപ്പം തന്നെ ബോധം കെട്ട് വീഴുകയാണ്. പക്ഷെ ബോധം അടയണ മുമ്പ് താര കണ്ടിരുന്നു തൻ്റെ മകളായിട്ടുള്ള സരയു തന്നെയാണ് തൻ്റെ തലക്കടിച്ച് വീഴ്ത്തിയെന്ന്. അങ്ങനെയാണ് ബോധം കെട്ട് വീണിട്ടുണ്ടായിരുന്നത്. പിന്നീട് കാണിക്കുന്നത് പിന്നെ കിരണും കല്യാണിയും താരത്തെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താ ആൻറ്റി സംഭവിച്ചത്, ആൻറ്റിക്ക് ഇത് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ താര സത്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. സരയുവാണ് ഇങ്ങനെ ചെയ്തെന്ന് പറയുന്നില്ല. എന്തൊക്കെ പറയാം, തൻ്റെ മകളല്ലേ, മകളെ കുറ്റപ്പെടുത്താൻ വേണ്ടി താര തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ താര പറയുന്നുണ്ട്, അറിയില്ല എന്താ സംഭവിച്ചെന്ന് അറിയില്ല, അടുക്കളയിൽ പോയപ്പോൾ ആരോ പുറകെ വന്ന് ശക്തിയായിട്ട് അടിച്ചതാണെന്ന് ഇങ്ങനെ പറയണം. അപ്പോൾ കിരണും കണ്ണിക്ക് ഒരു സംശയം തോന്നുന്നുണ്ട്, താരാൻറ്റി കണ്ടില്ലേ, ആരാ അടിച്ചത് കണ്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആരാന്നൊന്നും കണ്ടില്ല എന്ന് പറയാണ്. താരുടെ മുഖഭാവത്തിൽ തന്നെ കല്യാണിക്ക് അത് മനസ്സിലാവുന്നുണ്ട്. കല്യാണിയും കിരണും ശരി ഞങ്ങൾ ഡോക്ടറെ കണ്ടു വരാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങും കേട്ടോ. ശേഷം കിരൺ ചോദിക്കുന്നുണ്ട്, താരാൻറ്റി പറഞ്ഞില്ല താൻ വിശ്വസിച്ചോ ഫുള്ളും എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയേണ്ടില്ല, വിശ്വസിച്ചില്ല, അത് വിശ്വസിക്കാൻ പറ്റില്ല കിരണേട്ടാ, താരാൻറ്റി എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യമുള്ളതിന് സരയു. അപ്പോൾ ഇനി സരയു എങ്ങാനും ആണോ അങ്ങനെ ചെയ്തത്? കഴിഞ്ഞ ദിവസങ്ങൾ താരാൻ്റെ ഭയങ്കര സ്നേഹത്തോടെ സംസാരിച്ചെന്ന് താരാൻ്റെ പറഞ്ഞല്ലോ, അതിൻ്റെ കാരണം ഇതാണോ? അവള് ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ താരാൻ്റെ സ്നേഹത്തോടെ സംസാരിച്ചത്? അങ്ങനെ സംസാരിച്ച് അവസാനം അവൾ വീട്ടിലേക്ക് വന്ന് കാണും. താരാൻ്റെ വല്ല ചായയോ കാപ്പിയോ ഒന്നും എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയപ്പോൾ അവൾ ചെയ്ത പണിയായിരിക്കും ഇത്. അങ്ങനെ തന്നെ ആവാനേ ചാൻസ് ഉള്ളൂ. നമുക്ക് എന്തായാലും അന്വേഷിക്കാം. സ്വന്തം മകളായതുകൊണ്ട് താരാൻ്റെ വിട്ടു പറയാത്തത്. നമ്മൾ പോയിട്ട് അവളോട് ചോദിക്കുമോ അല്ലെങ്കിൽ അവളെ വല്ല പോലീസ് സ്റ്റേഷനിൽ കയറ്റും എന്നുള്ള പേടിയായിരിക്കും ആൻറ്റിക്ക്. അങ്ങനെ തന്നെ അവനെ ചാൻസ് ഉള്ളൂ. എന്തായാലും ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാൻ, താനിവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് കിരൺ ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് കല്യാണി ഇവിടെ നിൽക്കുമ്പോഴേക്കും വിക്രം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എടി നീ എന്താടി ഇവിടെ, എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുകയാണ്. അയാളെ കൊന്നെടുത്തത് മതിയായി, അയാൾ ചത്തോന്ന് അറിയാൻ വേണ്ടി വന്നതാണോ? എടാ ഞാൻ നിൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി വന്നതെന്നല്ല, ഇവിടെ എനിക്ക് ആവശ്യമുള്ള ആൾക്കാർ കിടക്കുന്നുണ്ട്. അല്ല നിൻ്റെ അച്ഛനെ വേണ്ടി മാത്രമുള്ള ഹോസ്പിറ്റലാണിത്, ഇവിടെ ഈ ഹോസ്പിറ്റലിൽ നിൻ്റെ അച്ഛൻ മാത്രമേ കിടക്കാൻ പാടുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ നീ ആരെ കാണാട്ടടി വന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ ഇവിടെ പല ആൾക്കാരെയും കാണാൻ വരും, എന്നാൽ നിൻ്റെ അച്ഛനെ കാണാൻ വരേണ്ട ആവശ്യം എനിക്കില്ലടാ, അയാൾ ചത്താ പോലെ ഞങ്ങൾ കാണാൻ വരില്ലെന്ന് പറയാണ്. എടി നോക്കിക്കോടി, ഞാനേ ആ കമ്പനി ഉയർത്തി കാർത്തിക എന്ന് പറഞ്ഞ അവളുടെ കമ്പനിയെ വളർത്തി വലുതാക്കിയത് ഞാനാണ്. എന്നിട്ട് അവൾ എന്നെയും അച്ഛനെയും ഈ അമ്മൂമ്മനെയൊക്കെ ചതിച്ചു അല്ലേ, നോക്കിക്കോ, അവളെ വെറുതെ വെക്കില്ലേ. അവളുടെ ആ തള്ളയുണ്ടല്ലോ, ആദ്യം കെട്ടിയോളെന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തവള്, അവളെ നിന്ന് വെറുതെ വിടില്ല. എടാ നിന്നെക്കാളും പ്രായത്തിൽ മൂത്തതല്ലേടാ, നിനക്ക് സംസ്കാരവും വിദ്യാഭ്യാസവും വിവരമൊന്നും ഇല്ലെന്ന് അറിയാം, എങ്കിലും കുറച്ച് മാന്യമായിട്ട് സംസാരിക്കുന്നു പറയുമ്പോൾ ഒരു പെണ്ണിനോടാ സംസാരിക്കണം ചോദിക്കും പറയുകയാണ് കല്യാണി. എടി നിങ്ങളെയൊക്കെ ഞാൻ പെണ്ണായിട്ട് കരുതിയിട്ടില്ലടി, നിങ്ങളൊക്കെ വെറും ഷാവുവാടിന് മുമ്പിൽ. നിന്നെ പ്രസവിച്ചൊരു സ്ത്രീയുണ്ട് വീട്ടില് ദീപ, അവരെ ഞാൻ വെറുതെ വെക്കില്ല, നോക്കിക്കോ, അവരെ ഞാൻ കൊല്ലും എന്ന് പറയുമ്പോൾ തന്നെ കല്യാണി ഒരു ഒറ്റ അടി വെച്ച് വിക്രത്തിന്റെ മുഖത്തേക്ക് കൊടുക്കാൻ. വിക്രം അപ്പം തന്നെ തല കറങ്ങുന്ന പോലെ ആവണം. അയ്യോ എൻ്റെ മക്കളെ എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മ വരുന്നുണ്ട്. എന്താണ് നീ എൻ്റെ മോനെ ചെയ്തത്, കണ്ടില്ലേ നിങ്ങൾ, നിങ്ങളെ അടിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല എന്ന് പറയാണ്. അയ്യോ നമ്മുടെ അപ്പം തന്നെ അമ്മൂമ്മ പുറകെട്ട് മാറാണ്. വിക്രം വേണ്ട നോക്കിക്കോടി, നീ ചെവി നുള്ളിക്കോ, ഇതിനൊക്കെ പകരം ഞാൻ വീട്ടിരിക്കും, നീ പോയി പകരം വീട്ടാ, അത് ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് വിക്രം എടി എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും തൊട്ട് പോകരുത് തന്നെ, അറിയാലോ എൻ്റെ കൈക്കകത്ത് ശരിക്കും നിൻ്റെ അടുത്ത് തീർക്കും എന്ന് പറയുമ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ പുറകിലേക്ക് പോവാണ്. കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ കല്യാണി എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അവൻ്റെ മുഖത്തെ എന്തോ ഒരു പാട് പോലാന്ന്, അത് നോക്കിയതായിരുന്നു. ഓ കൊടുത്തല്ലേ, കൊടുത്തു, അങ്ങനെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ കൊല്ലേണ്ടിയും വരും എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോവുകയാണ്. ശേഷം വിക്രം അമ്മൂമ്മ അടുത്ത് പറഞ്ഞിട്ട് നോക്കിക്കോ അമ്മ, ഇതിനേക്ക് ഞാൻ പകരം വീട്ടിരിക്കും, അവളുടെ വീട്ടിൽ ഉണ്ടല്ലോ ഒരുത്തി എൻ്റെ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീ, അവരെയാണ് ആദ്യം ഇല്ലാണ്ടാക്കേണ്ടത്, നോക്കിക്കോ ഞാൻ ഇപ്പം തന്നെ
എന്ന് പറഞ്ഞിട്ട് ഇട്ട ഡ്രസ്സോട് കൂടി തന്നെ വിക്രം പോകുവാണ്. കിരണും കല്യാണിയും എത്തണ മുമ്പ് തന്നെ അവർ ഹോസ്പിറ്റലിൽ താഴെ കാണാൻ വേണ്ടി പിന്നെ അകത്തേക്കൊക്കെ കയറിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ വിക്രം അവിടെ നിന്ന് മുങ്ങുവാണ്. മുങ്ങിയതിന് ശേഷം വിക്രം നേരെ പോകുന്നത് കിരണിന്റെ വീട്ടിലേക്കാണ്. അവിടെ ബെല്ലടിക്കുമ്പോഴേക്കും ദീപയാണ് കേട്ടോ. എന്താണ് നീ ഇവിടെ വന്നതെന്ന് പറയുമ്പോഴേക്കും, എന്താ ഞാൻ നിങ്ങളുടെ മോനല്ലേ, എനിക്ക് കാണാൻ വരാൻ പാടില്ല. മോനോ നീയോ, എനിക്ക് പിണ്ടം വെച്ച മോനല്ലടാ നീ എന്നൊക്കെ പറയാണ്. ദേ നീ ഇങ്ങനെ സ്നേഹം കാണിച്ച് വരുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. നിന്നെ ദേ അപ്പുറത്തെ വീട്ടിലെ ആ സരിയും സരിയുടെ അമ്മയും അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെ പോലെ തന്നെയാ നീ. സ്നേഹം കാണിച്ചു വന്നെങ്കിൽ എന്തിനും കാരണം ഉണ്ടാവും. എന്തിനാ നീ ഇപ്പൊ വന്നത് എന്ന് ചോദിക്കുകയാണ്. അതെ, നിങ്ങളെ കണ്ടേ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി വന്നതെന്നല്ല, നിങ്ങളുടെ മോനും മകളും മരുമകനും ഉണ്ടല്ലോ, ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എന്നെ നന്നായിട്ട് അങ്ങോട്ട് പെരുമാറി, അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് തരാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോഴേക്കും ദീപം ഒന്ന് നെട്ടുന്ന കേട്ടോ. ദേ വിക്രമേ ഇറങ്ങി പോകാൻ നോക്കി വിടെന്ന് പറയാണ്. ഇല്ല ഇറങ്ങി പോവില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് വടി എടുക്കുക കേട്ടോ. ശേഷം ദീപയെ തള്ളി നിലത്തേക്ക് ഇടുവാണ്. ദീപ അപ്പോഴേക്കും നിലത്തേക്ക് വിടുന്നുണ്ട്. അവിടെ വേറെ ആരും ഇല്ല കേട്ടോ. കല്യാണിയുടെ കുഞ്ഞിരുന്ന് കരയുന്നുണ്ട്. ആഹാ നിങ്ങളെ തീർത്തിട്ടുണ്ടോ ആ കുഞ്ഞിനെ എനിക്ക് കൊണ്ടുപോകാൻ, എടാ വെറുതെ ഇരിക്കടാ എന്ന് പറഞ്ഞിട്ട് ദീപ വീണ്ടും വിക്രത്തിനെ കയറി പിടിക്കാൻ പോകുമ്പോഴേക്കും വിക്രം ദീപനെ പിടിച്ച് നിലത്തേക്ക് ഇടുവാട്ടോ. അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കിരണും കല്യാണം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കിരണേട്ടാ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അകത്തേക്ക് കയറി നോക്കുമ്പോഴേക്കും നമ്മുടെ ദീപനെ അടിച്ചൊരു പരിവാക്കിയിരിക്കുകയാണ് വിക്രം. വിക്രത്തിനെ പിടിച്ച് വലിച്ച് കിരണ നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നുണ്ട്. ദീപയുടെ ബോധവും വല്ലാത്ത രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ആ സമയത്ത് വിക്രം പറഞ്ഞു, നോക്കിക്കോ തള്ളേ, നിങ്ങളുടെ മുമ്പ് വെച്ചിട്ട് നിങ്ങളുടെ മോനെ മരുമകൻ ഞാൻ ഇല്ലാതാക്കും, നോക്കിക്കോന്ന് മോളെ മരുമകൻ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം എന്ന് വെല്ലു വിളിച്ചിട്ടാണ് പോണത്. പക്ഷെ ദീപക്ക് സാരമായ പരിക്ക് പറ്റുന്നുണ്ട്. ദീപ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാണ്. വിക്രം ഈ കാര്യങ്ങളൊക്കെ പ്രകാശനോട് പറഞ്ഞിട്ട്, പ്രകാശൻ പറഞ്ഞിടാ മോനെ, നീ അവളെ കൊന്നാലും കുഴപ്പമൊന്നുമില്ല, ആ ദീപനെ കിണിനെ കല്ലിനേക്ക് പിന്നെ കാർത്തികനും അവളുടെ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീനെയൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് കൊന്നോടാ നീ, ആ കുറ്റങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയാണ്. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, കുറ്റേറ്റെടുക്കാൻ ഈ അച്ഛനെടാ എന്ന് പറയാണ്. ശരി അച്ഛാ, നോക്കിക്കോ അടുത്ത പ്രാവശ്യം എനിക്ക് ഉന്നം പിഴക്കില്ല, നോക്കിക്കോ അവരിൽ ആരെങ്കിലും ഒരാളെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും എന്ന് പറയാണ്. നീ ചെയ്തോടാ, ഞാനുണ്ട് നിന്റെ കൂടെ, നമ്മളെ തകർത്തവരാരെ നമ്മളിരിക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് കാര്യമിടാ. അവരുടെ ഒരു പ്രതികാരം വീട്ടാൻ നമുക്ക് പറ്റില്ല, പക്ഷെ അവരില്ലാതാക്കാൻ നമുക്ക് പറ്റും. അവരുടെ കൂടെ നിൽക്കാൻ നമുക്ക് പറ്റില്ല, കാരണം നമ്മുടെ കയ്യിൽ പണമില്ലല്ലോ. അവരുടെ അടുത്ത് ഗുണ്ടകളുണ്ട്, പണമുണ്ട്, പക്ഷെ അവരെ ഇരുട്ടടി കൊടുക്കുക, അത് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശരി അച്ഛാ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരെയും കൂട്ടിക്കൊണ്ട് ഞാൻ അവരെ ഇല്ലാതാക്കിയിരിക്കും എന്ന് പറയാണ്. അങ്ങനെ വിക്രം എങ്ങനെയെങ്കിലൊക്കെ കിരണിനെയും കല്യാണിനെയും ദീപിനെയും ഒരുമിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആ ഭാഗങ്ങൾ നമ്മൾ ഈ ആഴ്ച കാണാൻ പോണത്. അത് മാത്രമല്ല സരിവാണെങ്കിൽ താര മരിച്ചിട്ടില്ലെന്ന് അറിയുമ്പോഴേക്കും വീണ്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് താരനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുകയും ചെയ്യും. ആ സമയത്ത് കിരണും കല്യാണി സരുവിനെ പിടിക്കുകയും ചെയ്യും കേട്ടോ. പക്ഷെ താര പറയും, എൻ്റെ മോളൊന്നും ചെയ്യരുത്, എനിക്ക് എൻ്റെ മോളെ അത്ര ജീവനാണ് ഇഷ്ടം എന്നൊക്കെ പറയും. അങ്ങനെ താരനെ വിചാരിച്ച് മാത്രമാണ് സരുവിനെ അവരെ ഒന്നും ചെയ്യാതെ വിടുന്നത്. പക്ഷെ സരു എന്താ ചെയ്യാന്ന് വെച്ചാൽ നേരെ പോണ വിക്രത്തിൻ്റെ അടുത്തേക്കാണ്. വിക്രത്തോട് പറയേണ്ടത് നമ്മുടെ മെയിൻ ശത്രു കിരണും കല്യാണിയാണ്, അവരില്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഒന്നിച്ച് നിൽക്കണമെന്ന് പറയുമ്പോൾ വിക്രം പറഞ്ഞിട്ട്, അതെ എനിക്കത് തന്നെയാണ് സരുവിൻ്റെ അടുത്ത് പറയാനുള്ളത്. നമ്മൾ രണ്ടും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ കിരണിനെയും കല്യാണിയും നമുക്ക് ഒരുമിച്ച് ഇല്ലാതാക്കാം എന്ന് പറയാണ്. അതുവഴി ബാക്കിയുള്ളവരെയും ഇല്ലാതാക്കാന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കൈ കൊടുക്കുക കേട്ടോ. എന്തായാലും അടിപൊളി ഭാഗമാണ് ഈ ആഴ്ച വരാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആണ്, ഇതുവരെ വന്നിട്ടില്ല. ഒറിജിനൽ എപ്പിസോഡ് വരാണെങ്കിൽ തീർച്ചയായിട്ടും റിവ്യൂ ഇടാൻ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.